ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഫോൺ നത്തിങ് 2A പ്ലസ്. ഫ്ലിപ്കാർട്ടിൽ ഈ ഫോൺ പ്രൈസ് ചെയ്തിരിക്കുന്നത് 28,000 ആണ്. പക്ഷേ ബാങ്ക് ഓഫേഴ്സ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 25,000 റുപ്പീസിന് ഈ ഫോൺ വാങ്ങാൻ സാധിക്കും. 25,000 കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണാണ് നത്തിങ് 2A പ്ലസ്. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ചാനലിൽ ഫോൺ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാനുള്ള സാഹചര്യമില്ല. ഉടനെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ആയി വരാൻ ശ്രമിക്കുന്നതാണ്. താൽക്കാലികമായി നമ്മുടെ ചാനലിൽ സ്മാർട്ട് ഫോൺസിന്റെ സ്പെക് റിവ്യൂ ആണ് ചെയ്യുന്നത്. അത് വെച്ച് സ്മാർട്ട് ഫോൺ കേപ്പബിൾ ആണോ അല്ലയോ, പ്രൈസിന് വാല്യുബിൾ ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇനി സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണത്. 240 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. 2160 Hz PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണത്. HDR10+ഉം 10 ബിറ്റ് കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ടിപ്പിക്കൽ സിറ്റുവേഷനിൽ 700 നിറ്റ്സും ഔട്ട്ഡോർ വിസിബിലിറ്റി 1100 നിറ്റ്സും പീക്ക് ബ്രൈറ്റ്നസ് ആയി പറയുന്നതും 1300 നിറ്റ്സുമാണ്. ഈ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അടുത്തതായി പ്രൊസസ്സർ MediaTek Dimensity 7350 Pro 5G ചിപ്സെറ്റാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷനിൽ നിർമ്മിച്ച പ്രോസസ്സറാണത്. 2 പെർഫോമൻസ് കോഴ്സും 6 എഫിഷ്യൻസി കോഴ്സുമാണ് ഈ ചിപ്സെറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ചിപ്സെറ്റ് ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 3 GHz. ക്ലോക്ക് സ്പീഡ് എന്തെന്ന് മനസ്സിലാക്കി എങ്ങനെ സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. 3.0 GHz ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒരു ഫോണിൻ്റെ ക്ലോക്ക് സ്പീഡാണ്. പ്രൊസസ്സറിൻ്റെ സൈഡിൽ നിന്നും മികച്ചൊരു പ്രൊസസ്സറാണ് നത്തിങ് തന്നിരിക്കുന്നത്. മറ്റ് സ്മാർട്ട് ഫോൺസിൽ ഈ സെയിം പ്രൊസസ്സർ ഇത്തരം ക്ലോക്ക് സ്പീഡ് ഉണ്ടാവില്ല. ഇതിൽ ഓവർക്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇനി LPDDR4Xന്റെ 8GB റാമും 12GB റാമിൻ്റെയും 2 വേരിയൻറ്റ് ആണ് തന്നിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി UFS 2.2 സ്ലോ ആണ്. ബട്ട് നത്തിങ് OS എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ടും വളരെ ബഗ് ഫ്രീ ആയിട്ടുള്ളൊരു OS ആണ്. അതുകൊണ്ട് തന്നെ കേബിളായി റൺ ചെയ്യാൻ ഈ സ്റ്റോറേജ് ടൈപ്പ് മതിയാകും. Android 40 നത്തിങ് OS 2.6 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്ന സോഫ്റ്റ്വെയർ. ഡ്യുവൽ സിം ആണ് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ കാണില്ല. ഡ്യുവൽ നാനോ സിം ആണ്, ഡ്യുവൽ 5G. ഇനി ക്യാമറയിലേക്ക് വന്നാൽ 50 MB സാംസങ് GN9 സെൻസറാണ് മെയിൻ ക്യാമറയെ തന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പേച്ചർ f1.8 ആണ്. OS സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറ കൂടിയാണത്. സെക്കൻഡറി തന്നിരിക്കുന്ന അൾട്രാ വൈഡ് സാംസങ്ങിൻ്റെ തന്നെ GN1 സെൻസറാണ്. f2.2 അപ്പേച്ചറാണ് സെൻസറിൻ്റെ. ബാക്കിലെ 2 ക്യാമറയും 4K സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറാസാണ്. 4K 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡ് കേപ്പബിലിറ്റി. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ സെൽഫി എടുക്കാനായി സാംസങ്ങിൻ്റെ തന്നെ JN1 സെൻസറാണ് നൽകിയിരിക്കുന്നത്. 2.4 അപ്പേച്ചറാണ് അതിൻ്റേത്. 4K 30 FPS റെക്കോർഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറയ്ക്കുമുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ്. ഹെഡ്ഫോൺ ജാക്കില്ല, പക്ഷെ അതിന് പകരം അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റർ ബോക്സിൽ തരാൻ ചാൻസ് കുറവാണ്, കാരണം ബോക്സിൽ ചാർജർ പോലും തരാത്ത കമ്പനിയാണ്. അപ്പോൾ അഡാപ്റ്റർ പ്രതീക്ഷിക്കേണ്ട. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAh വലിയൊരു ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. അത് പവർ ചെയ്യാൻ 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും തന്നിട്ടുണ്ട്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ 25,000 വാങ്ങാൻ സാധിച്ചാൽ ഏറ്റവും മികച്ചൊരു ഓപ്ഷനായിരിക്കും നത്തിങ് 2A പ്ലസ് സ്മാർട്ട് ഫോൺ. കാരണം ആർട്സും റെക്കമെൻഡേഷനും ഒന്നുമില്ലാതെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ആൾക്ക് ധൈര്യമായി ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസാണ് നത്തിങ് 2A പ്ലസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് വളരെ നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.